Hello everyone, welcome to another episode of Fortune's Finest. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് തലശ്ശേരിയിൽ ASP ആയിട്ടുള്ള കിരൺ PB ആണ്. കിരണിനെ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ളത് 2022 അന്ന് കിരൺ നാഷണൽ ഇൻ്റർവ്യൂ ടോപ്പറായിട്ട് നമ്മളോട് സംസാരിച്ചിരുന്നു. ഇന്ന് ഒരു IPS ഓഫീസറായി 3 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയുണ്ട് ജീവിതം, എന്തുണ്ട് വിശേഷങ്ങൾ, ഇതെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ കിരൺ. താങ്ക് യു ആൻറ്റൺ. കിരൺ 2022 IPS ബാച്ചാണ് അല്ലേ? അപ്പോൾ ഈ ഒരു 3 വർഷത്തിൽ ഒരു ഏറ്റവും മെമ്മറബിൾ എക്സ്പീരിയൻസ് ആസ് എൻ IPS ഓഫീസർ അത് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? സോ ലുക്കിംഗ് ബാക്ക് അറ്റ് ദീസ് 3 years, മേ ബി എൻ്റെ IPS ഫീൽഡ് ട്രെയിനിങ് നടന്നിരുന്ന സമയത്ത് ഒരു ഇൻസിഡൻ്റ് ആയിരിക്കാം മേ ബി ഞാൻ പറയാം. മേ ബി ദാറ്റ്സ് ദി ഫസ്റ്റ് ഇൻസിഡൻറ്റ് ദാറ്റ് ഐ ഹാഡ് എ റിയലി സീരിയസ് ഇൻസിഡൻ്റായി വന്നുകൊണ്ടാവാം. സോ 2024 ലോക്സഭ ഇലക്ഷൻസ് കഴിഞ്ഞിട്ട് ഐ വാസ് സിറ്റിംഗ് ഇൻ മൈ SP's ചേംബർ. സോ മൈ ട്രെയിനർ SP വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡെക്കറേറ്റഡ് ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ് ഫ്രം ദി സ്റ്റേറ്റ് സർവീസ്. അപ്പോൾ സാറുമായിട്ട് ഇങ്ങനെ ഇലക്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ ഗെറ്റ് എ കോൾ. സോ ആ സമയത്ത് ഞാൻ ആ ഡിസ്ട്രിക്റ്റിൽ ഒരു പോലീസ് സ്റ്റേഷൻ്റെ SHO ആണ്. സോ ഐ ഗെറ്റ് എ കോൾ ഫ്രം മൈ പോലീസ് സ്റ്റേഷൻ സെയിങ് ഒരു മൈഗ്രൻ്റ് ലേബർ, വെസ്റ്റ് ബംഗാളിലുള്ളൊരു മൈഗ്രൻ്റ് ലേബറർ, ഹി ഹാസ് ബീൻ ഫൗണ്ട് ഡെഡ് ഇൻ എ ക്വാർട്ടേഴ്സ് ആൻഡ് ദി റൂം ഇസ് ലോക്ക് ഫ്രം ഔട്ട് സൈഡ്. ഞാനിതെൻ്റെ ട്രെയിനർ SP സാറിനോട് പറഞ്ഞു. ദെൻ ഹീസ് ലൈക്ക് ഇമ്മീഡിയറ്റ്ലി പുറത്തുനിന്ന് മുറി പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഇറ്റ്സ് എ മർഡർ. അപ്പം ഇറ്റ്സ് ലൈക്ക് സാറ് പറയുന്നു ഓക്കെ ലെറ്റ്സ് സി. അങ്ങനെ വി റഷ് ടു ദി സ്പോട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് എ 1 room ബിൽഡിംഗ്. അവിടെ ഒരു പാഡ്ലോക്ക് ഇട്ട് റൂം പുറത്തുനിന്ന് പൂട്ടിയേക്കാണ്. സോ ത്രൂ ദി വിൻഡോ വി ക്യാൻ സീ സംബഡി ലൈങ് ഓൺ ദി ഫ്ലോർ ഫേസ് ഫസ്റ്റ്. ആൻഡ് ചെറുതായിട്ട് ഡീക്കേ ചെയ്യുന്ന ഒരു ബോഡിയുടെ സ്മെല്ലും വരുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ വി വെയിറ്റ് ദർ, ഫോറൻസിക് എക്സ്പേർട്സ്, ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്സ്, ഫോട്ടോഗ്രാഫർ, ഡോഗ് സ്ക്വാഡൊക്കെ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് വൺസ് ദേ ആർ ഓൾ ദെയർ നമ്മൾ ബ്രേക്ക് ഓപ്പൺ ചെയ്ത് അകത്ത് പോകുന്നു. അപ്പം അകത്ത് ബോഡി നോക്കുമ്പോൾ ബോഡി ഇങ്ങനെ ഫേസ് ഫസ്റ്റായി കിടക്കുന്നുണ്ട്. കുറച്ച് പഴക്കം തോന്നുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഉടനെ സംഭവിച്ച പോലെ. അപ്പം അയാളുടെ ബോഡി നമ്മൾ റിട്രീവ് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മുറിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പം വി സീ സം ഹെൽത്ത് റെക്കോർഡ്സ് സെയിങ് ഹി ഹാസ് സം ഹാർട്ട് റിലേറ്റഡ് എയിൽമെൻറ്റ്. ആൻഡ് ഓൾസോ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം വി ഗെറ്റ് ദിസ് ഇൻഫോ ദാറ്റ് ഹീസ് എ ഡ്രഗ് യൂസർ ഓൾസോ. അപ്പം ഹാർട്ട് ഡിസീസ് എന്തോ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഭാരിച്ച പണികൾ പുള്ളി ചെയ്യുന്നില്ല. ഹീ ഈസ് നോട്ട് വർക്കിംഗ് മച്ച് ബട്ട് സ്റ്റിൽ ഹീ ഈസ് ലിവിങ് ഹിയർ. ആൻഡ് ബീങ് എ ഡ്രഗ് യൂസർ എന്തെങ്കിലും ഡ്രഗ് ഓവർഡോസോ ആവാനുള്ള ചാൻസും ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് കാരണം മരിച്ചതോ ആകാം. അങ്ങനെ പല പോസിബിലിറ്റീസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ് ദാറ്റ് ഫേസ് വി ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആരാണ് ഇയാൾ അവസാനം വിസിറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇയാളുടെ തന്നെ ഒരു ബന്ധു, അയാളും അയാളുടെ വൈഫും അയാളുടെ കുട്ടിയുമാണ് അവസാനം ഇയാളെ വന്ന് കണ്ടു പോയേക്കുന്നത്. അപ്പോൾ അവരെ ഒന്ന് കണ്ട് ചോദിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവരെ ട്രാക്ക് ചെയ്ത് തുടങ്ങുമ്പം അവർ കേരളം വിട്ടു കഴിഞ്ഞു. ഓക്കെ, അവർ കേരളം വിട്ടു. അങ്ങനെ അവരെ ട്രാക്ക് ചെയ്ത് ചെല്ലുമ്പോൾ അവർ കൊൽക്കട്ട അടുപ്പിച്ചെത്തി. അങ്ങനെ അവരുടെ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് നമുക്ക് തോന്നി. അപ്പം ഞാൻ എൻ്റെ ഒരു കൊൽക്കട്ടയിലുള്ള ഒരു ബാച്ച്മേറ്റിനെ വിളിച്ചു. അപ്പം പുള്ളി ഇവരുടെ സ്വന്തം സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ SP കണക്ട് ചെയ്ത് തരുന്നു. ആ മാഡം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ആൻഡ് ഫൈനലി ദേ വെ കോൾ ടു ദി പോലീസ് സ്റ്റേഷൻ ആൻഡ് ഇൻട്രോഗേറ്റഡ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ SHO എന്നെ വിളിച്ചു പറഞ്ഞു, ഇവർ ഇന്നസെൻ്റാണ്, ഇവർ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടെന്നൊന്നും തോന്നുന്നില്ല, സാറിന് ആൾ മാറിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല, ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഒന്നേന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ടൊന്ന് ഇൻട്രോഗേറ്റ് ചെയ്ത് നോക്കും, എന്തായാലും അവർ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈ സൈഡ് എനിക്കൊരു 30 minutes തരണം. 30 minutes കഴിഞ്ഞ് പുള്ളി എന്നെ വിളിക്കുന്നു. ആൻഡ് ദിസ് ലിറ്ററി വാട്ട് ഈ സേസ്, സർ ആപ്കാ കേസ് സോൾവ് ഹോ ഗയാ, ഇന്നോനെ ഹി കിയാ മർഡർ. അപ്പം അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ദി പേഴ്സൺ ഹു ഹാഡ് ഡൈഡ് ഹി ഹാഡ് സം കോംപ്രമൈസിങ് വീഡിയോസ് ഓഫ് ദിസ് ലേഡി. അപ്പോൾ അത് വെച്ച് കുറേ നാളായിട്ട് ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അറ്റ് സം പോയിൻറ്റ് ഇവരും ഇത് എത്ര നാൾ നമ്മളിങ്ങനെ പോകും എന്ന് വിചാരിച്ച് ദേ ടേക്ക് എ ഡിസിഷൻ ടു കിൽ ഹിം. അപ്പോൾ അതിനു വേണ്ടി അവർ സ്ലീപ്പിംഗ് പിൽസ് മേടിച്ച് അത് ഒരു ജ്യൂസിൽ മിക്സ് ചെയ്ത് അത് ഇയാൾക്ക് കൊടുത്ത് ഇയാളെ ബോധം കെടുത്തി എന്നിട്ട് തലയണ വെച്ച് സ്മോദർ ചെയ്ത് പുള്ളിയെ കൊല്ലുകയാണ്. കൊന്നു കഴിയുമ്പോൾ അവർ മുറി പൂട്ടി അവർ പതുക്കെ എല്ലാവരുടെ സാധനങ്ങളും എടുത്ത് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു കേസ് ശരിക്കും നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ പല രീതിയിലും
ഇത് ആദ്യമേ ഒരു മർഡർ ആണെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊണ്ടാണ് നമുക്ക് ആദ്യമേ സോൾവ് ചെയ്യാൻ പറ്റുന്നതും ടൈംലി നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവർ വെസ്റ്റ് ബംഗാളിൽ പോയി അവർ ബോർഡേഴ്സ് ക്രോസ് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ആദ്യം തന്നെ എൻ്റെ SP ഇതൊരു മർഡർ ആണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അത്രയും അലേർട്ടായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതും, അതേപോലെ ഈ ജ്യൂസിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ റിട്രീവ് ചെയ്യാൻ പറ്റി, ഫിംഗർ പ്രിൻറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റി, പല രീതിയിലുള്ള എവിഡൻസ് സയൻറ്റിഫിക്കലി കളക്ട് ചെയ്ത് ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ കൊണ്ടുവരാൻ പറ്റി. സോ ഐ തിങ്ക് ദി മോസ്റ്റ് ക്രൂഷ്യൽ തിങ് വാസ് ഹിസ് എക്സ്പീരിയൻസ് ടെല്ലിങ് അസ് ദിസ് ഇസ് എ മർഡർ ആൻഡ് പിന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ നല്ലോണം പറ്റി. സോ ഐ തിങ്ക് ദി ടീം വാസ് ഓൾസോ വെരി ഗുഡ്. അതൊരു മേ ബി ദി ഫസ്റ്റ് മർഡർ കേസ് ദാറ്റ് ഐ ഹാഡ് ടു അറ്റൻഡ്. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ്സ് എ വെരി സംതിങ് ദാറ്റ് ഹാസ് സ്ട്രക്ക് മീ എ ലോട്ട് ആൻഡ് സംതിങ് ദാറ്റ് ഐ റിമെമ്പർ ക്വൈറ്റ് ഓഫൻ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കേസിൽ ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ. യെസ്. അതുപോലെ നമ്മളിപ്പോൾ റീസെൻറ്റ് സിനിമ കണ്ണൂർ സ്ക്വാഡിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഇൻ്റർ സ്റ്റേറ്റ് ഓപ്പറേഷൻസ് കോമൺ ആവുന്നുണ്ടോ? വേറെ ഏതെങ്കിലും കേസിൽ അങ്ങനെ ഇൻ്റർ സ്റ്റേറ്റ് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഒരുപാട് കേസുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ കേരള പോലീസിൻ്റെ സ്ക്വാഡ്സ് ആർ വെരി ഇഫക്റ്റീവ്. എൻ്റെ ഒരു സ്ക്വാഡും ഇതുവരെ പോയിട്ട് പ്രതിയെ പിടിക്കാതെ തിരിച്ചു വന്നിട്ടില്ല. സോ ഈവൻ ഒഡീഷയിൽ കഞ്ചാവ് വളർത്തുന്ന ഗ്രാമത്തിൽ പോയി താമസിച്ച് കഞ്ചാവ് പെഡൽ ചെയ്യുന്ന ഒരുത്തിനെ ഐ തിങ്ക് 2-3 years ആയിട്ട് അവിടെ താമസിക്കുന്ന ഒരാളെ എൻ്റെ ടീം പോയി പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് അവിടെ ആക്ച്വലി ഔട്ട്സൈഡേഴ്സിന് ആക്സസ് വരുന്നതും കിട്ടുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. ബട്ട് അവർ സ്ക്വാഡ്സ് ആർ റിയലി ഗുഡ്. എനിക്കിതുവരെ വിട്ടിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റിലോ ഒരു സ്റ്റേറ്റിലോ ഒരിക്കലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. ഈവൻ ദോ മേ ബി കുറച്ച് സമയം കൂടുതൽ എടുത്ത കേസുകളുണ്ട്, ബട്ട് അവർ പ്രതിയുമായിട്ടേ നമ്മുടെ ടീംസ് തിരിച്ചു വന്നിട്ടുള്ളൂ. ആൻഡ് ഈ സിനിമാസിൽ ചിലപ്പോൾ ഈ ഇൻ്റർ സ്റ്റേറ്റ് ഒരു റൈവൽറിയോ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ അവർ കോപ്പറേറ്റ് ചെയ്യാത്ത പോലെ കാണിക്കാറുണ്ട്. പക്ഷേ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ്? ആക്ച്വലി നമ്മൾ ബീങ് ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്റ്റേറ്റിലുള്ളവരെയും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പം അത് ആക്ച്വലി ഹെൽപ്സ് എ ലോട്ട്. ബിക്കോസ് നമ്മൾ ആ ഒരു രീതിയിലുള്ള ഒരു ലൈസനിങ് ചെയ്തിട്ട് നമ്മുടെ ടീമിനെ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വിടുന്ന കൊണ്ടാണ് നമ്മുടെ ടീംസിന് ഇത്ര ഈസി ആയിട്ട് സക്സസ്സും കൂടി വരുന്നത്. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു റൈവൽറി ഉണ്ട്. കാരണം ഒബ്വിയസ്ലി വേറൊരു സ്റ്റേറ്റിലുള്ള ആൾക്ക് അവരുടെ ആളുകളായിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മുടെ ടീം ചെന്നിട്ട് അറസ്റ്റ് ചെയ്യണം, ഇവിടെ ഒരു ഒഫൻസ് നടന്നു എന്നൊക്കെ പറയുമ്പോൾ അവരത് അത്ര ബൈ ചെയ്യണം എന്നില്ല. സോ വെൻ വി ടോക്ക് അറ്റ് ദി ഹയർ ലെവൽ ആൻഡ് മേക്ക് ഷുവർ എവറിത്തിങ് കംസ് ത്രൂ പ്രോപ്പർ ചാനൽ, നമ്മുടെ ടീംസിന് പ്രോപ്പർ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നടക്കും. സോ റൈവൽറി ഇസ് ദെയർ, ബട്ട് വി ആർ ദെയർ ടു എലിമിനേറ്റ് ദാറ്റ്. ഇപ്പോൾ പറഞ്ഞ 2 കേസസും ഓൾമോസ്റ്റ് ഒരു സിനിമാ കഥ പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ഒരു സിനിമ കണ്ടാണ് പലരും IAS IPS ഒക്കെ ആവാനുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അപ്പോൾ കിരണിന് ഒരു സിവിൽ സർവൻ്റ് ആവണം എന്ന് തോന്നാൻ സിനിമ എന്തെങ്കിലും രീതിയിലുള്ള റോള് പ്ലേ ചെയ്തിട്ടുണ്ടോ? അതുപോലെ ശരിക്കുള്ള IPS ഓഫീസറും സിനിമയിൽ കാണുന്ന IPS ഓഫീസറും എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ, കണക്ഷൻ ഉണ്ടോ? So first of all, maybe I would like to touch base upon my taste of movies. So എനിക്കൊരു റിയാലിറ്റി കാണുന്നതിനേക്കാളും കുറച്ചുകൂടി എല്ലാം പോസിറ്റീവ് ശുഭം ആയി അവസാനിക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ കുറച്ച് ലാർജർ ദാൻ ലൈഫ് ആകുന്ന സിനിമകൾ കാണാനാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഐ വാസ് ഇൻസ്പയർഡ് ബൈ എ ലോട്ട് ഓഫ് ദീസ് മൂവീസ്. അപ്പം ഐ വോണ്ട് നെയിം എനി പെർട്ടിക്കുലർ മൂവി, ബട്ട് ദർ ആർ ലോട്ട് ഓഫ് മലയാളം ആസ് വെൽ ആസ് തമിഴ് മൂവീസ് വിച്ച് ഐ ഹാവ് വാച്ച്ഡ് ആസ് എൻ ആസ്പിറൻറ്റ്, ഫ്രം വിച്ച് ഐ ഡ്രൂ ഇൻസ്പിറേഷൻ സംടൈംസ്. ബട്ട് അന്ന് നോയിങ് ദാറ്റ് എനിക്ക് ഇങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം, റിയാലിറ്റിയിൽ നിന്നും കുറച്ച് വിട്ട് നിൽക്കുന്ന സിനിമകളാണ് എനിക്കിഷ്ടം എന്നറിയാവുന്ന കൊണ്ട് തന്നെ റിയാലിറ്റിയിലുള്ള IPS ഓഫീസറും സിനിമയിലുള്ള IPS ഓഫീസറും ഡിഫറെൻ്റ് ആകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോടെ തന്നെയാണ് ഞാൻ സർവീസിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്, ബട്ട് സർട്ടൻ തിങ്സ് ഒക്കെ ട്രൂ ടു എ സർട്ടൻ എക്സ്റ്റെൻ്റ് ആണ്. യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു മേക്ക് എ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ഒരു അൺകൺട്രോളബിൾ പവറോ അല്ലെങ്കിൽ ഒരു തോന്നുന്നത് ചെയ്യാവുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല ആസ് ഷോൺ ഇൻ മൂവീസ്. ഒബ്വിയസ്ലി മൂവീസിൽ എവറിത്തിങ് ഹാസ് ടു ബി എ ലിറ്റിൽ ഓവർ ദി ടോപ്പ്. സോ മൂവീസിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ശരിയാണ്, ബട്ട് ദി വേസ് ഓഫ് ഡൂയിങ് എ ലോട്ട് ഓഫ് ദീസ് തിങ്സ് ആർ നോട്ട് ട്രൂ. മൂവീസിൽ കാണിക്കുന്ന ഒരു കാര്യവും പിന്നെ ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമാണ് ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു IPS ഓഫീസർ ഒരു പൊളിറ്റീഷ്യൻ്റെ കയ്യിൽ ഒരു പപ്പറ്റാണ് അല്ലെങ്കിൽ ഒരു ഡമ്മിയാണ്. അങ്ങനെ പലരും പറയാറുണ്ട്. സിനിമ ചിലപ്പോൾ അങ്ങനെ പോർട്രേ ചെയ്യാറുമുണ്ട്. അത് എത്രത്തോളം റിയൽ ആണ് ഇൻ യുവർ എക്സ്പീരിയൻസ്? ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ട്രൂ. കാരണം ഡെഫിനറ്റ്ലി പലപ്പോഴും പല കാര്യങ്ങളായിട്ട് പല ആളുകൾ നമ്മളെ വിളിക്കും. അപ്പം അത് പൊളിറ്റീഷ്യൻസും വിളിക്കും, അല്ലാതുള്ളവരും വിളിക്കും. അപ്പം അവർക്കെല്ലാം ഒരു പേഷ്യൻ്റ് ഹിയറിംഗ് കൊടുത്തിട്ട്
അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് ശരിയുണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് മെറിറ്റ് ടു ഇറ്റ് വിൽ കൺസിഡർ ഇറ്റ്. ഇഫ് ദർ ഇസ് നോ മെറിറ്റ് ടു ഇറ്റ് വി ഡോണ്ട് എൻകറേജ് ഇറ്റ്. ആൻഡ് വൺസ് യു ഡു നോട്ട് എൻകറേജ് പീപ്പിൾ ഹു ഗിവ് യു റോങ് ഇൻപുട്സ് ദേ വിൽ ഓൾസോ സ്റ്റോപ്പ് കോളിങ്. അപ്പം എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസിൽ എനിക്കിതുവരെ കിട്ടിയിട്ടുള്ള ഇൻപുട്സ് എല്ലാം പോസിറ്റീവാണ്. നെഗറ്റീവായിട്ടുള്ള കുറച്ച് ഇൻപുട്സ് കിട്ടിയിട്ടുണ്ട്. നമ്മളത് കംപ്ലൈ ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ പതുക്കെ അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. സോ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ആസ് എൻ IPS ഓഫീസർ അതൊരു എസെൻഷ്യലി ഒരു സൂപ്പർവൈസറി റോളാണല്ലോ. അപ്പം ഓൺ ഗ്രൗണ്ട് എത്ര ഓഫൺ പോകേണ്ടി വരാറുണ്ട്? അതുപോലെ ഒരു ടിപ്പിക്കൽ ഡേ ഇൻ ആൻ IPS ഓഫീസേഴ്സ് ലൈഫ് അതൊന്ന് പറയാമോ? സോ ഓൺ ഫീൽഡ് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി എന്തെങ്കിലും മേജർ കാര്യങ്ങളുള്ളപ്പോഴാണ് യൂഷ്വലി ചെല്ലുന്നത്. സോ ഒരു മേജർ ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു മേജർ ക്രൈം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അൺനാച്ചുറൽ ഡെത്ത് നടന്നിട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫീൽഡിൽ പോകും. ബിക്കോസ് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ സൂപ്പർവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു ടെമ്പിൾ ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയാണ്, അവിടെ ഒരു വെടിക്കെട്ടുണ്ടെങ്കിൽ ആ വെടിക്കെട്ട് സ്ഥലം പോയി ചെന്ന് കാണാതെ യു വിൽ നെവർ ബി ഏബിൾ ടു ഗൈഡ് ദം പ്രോപ്പർലി. അതേപോലെ ഒരാൾ ഒരു സ്ഥലത്ത് മരിച്ചു കിടക്കുന്നു എന്ന് നമുക്കൊരു ഇൻഫർമേഷൻ വന്നു, ആൻഡ് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ മർഡർ. അപ്പോൾ അതിലൊരു ടീമിനെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ സൂപ്പർവൈസ് ചെയ്യണമെങ്കിൽ അവിടെ ചെന്ന് അയാളുടെ ബോഡി എങ്ങനെ അവിടെ എത്തി, അല്ലെങ്കിൽ എങ്ങനെ കിടന്നു എന്നൊക്കെ മനസ്സിലാകാതെ, അല്ലെങ്കിൽ അയാൾ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ആസ് പാർട്ട് ഓഫ് യുവർ ജോബ് ഓൺ എ ഡേ ടു ഡേ ബേസിസ് ആസ് പെർ നീഡ് ഫീൽഡിൽ ഡെഫിനറ്റ്ലി പോകാണ്ടി വരാറുമുണ്ട്. ആൻഡ് അതർ ദാൻ ദാറ്റ് ഒരു സ്റ്റേഷൻ്റെ സൂപ്പർവിഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും സ്റ്റേഷൻസിനെ നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട് റെഗുലറായിട്ട്. ആൻഡ് ഓൾസോ നമ്മൾ ഓഫീസിൽ മാത്രം ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സബ് ഡിവിഷനിൽ എന്താ നടക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. സോ എവിടെയാണ് ട്രാഫിക് കൺജഷൻ ഉള്ളത്, എവിടെയാണ് കുറച്ച് ഷെഡി പ്ലേസസ് ഉള്ളത്, എവിടെയാണ് ആൻറ്റി സോഷ്യൽസ് എലമെൻറ്റ്സ് രാത്രി തമ്പടിക്കുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ വി ഷുഡ് ബി ഓൺ ദി ഫ്ലോർ. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ഫുൾ ടൈം വി ആർ ഓൺ ദി ഫ്ലോർ. ബട്ട് ഡെഫിനറ്റ്ലി ഒരു നല്ല പാർട്ട് ഓഫ് യുവർ ജോബ് ഹാസ് ടു ബി ഓൺ ദി ഫ്ലോർ, ആൻഡ് a certain part of your job also has to be on the supervisory role, where you push things on the floor sitting at an office. But ആ ഫ്ലോറിൽ എന്താ നടക്കുന്നതെന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കിയാലേ അത് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര റാമ്പൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഡ്രഗ്സ് അല്ലെ? എസ്പെഷ്യലി നമ്മുടെ യൂത്തിനിടയ്ക്ക് ഡ്രഗ് അബ്യൂസ് കൂടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട്സ് വരാറുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? ആൻഡ് വാട്ട് ഡു യു തിങ്ക് കുഡ് ബി ദ കോസസ് ഫോർ ദാറ്റ്? സോ പല കേസസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എ വെരി ഗുഡ് ഫുട്ബോൾ പ്ലെയർ, ഹീ ജസ്റ്റ് കംസ് വൺ ഡേ ടു ദി പോലീസ് സ്റ്റേഷൻ ആൻഡ് സേസ് എനിക്ക് പ്രതികാരം ചെയ്യണം, എന്നെ ജയിലിലോട്ട് വിടും. അപ്പം ദെൻ വി ആർ ലൈക്ക് ഷോക്ക്ഡ്. ഐ മീൻ നിന്നെ എന്തിനാണ് ജയിലിൽ വിടാണ്ട്? അപ്പം ഈ സൈഡ് ഞാനൊരു ഗവൺമെൻറ് ഓഫീസിൽ കയറി അവിടെയുള്ള കുറേ പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്തു. ആൻഡ് ഇവനെ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്തപ്പോൾ ഹി ആക്ച്വലി ഹാഡ് ഡൺ ദാറ്റ്. അപ്പോൾ പുള്ളി ഹി വാസ് ജസ്റ്റ് മേക്കിംഗ് എ റീസൺ ടു ഗോ ബാക്ക് ടു ജയിൽ, സെയിങ് ആരോടോ പ്രതികാരം ചെയ്യാനുണ്ട്. Then we started digging up his history. അപ്പം നോക്കിയപ്പോൾ he was a very good football player who turned into a drug abuser, and long term drug abuse ചെയ്ത് he has lost his mind. അപ്പം കംപ്ലീറ്റ്ലി ഒരു ഇൻസെയിനായി മാറിയേക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് പുള്ളി. അപ്പം അങ്ങനത്തെ അത്രയും ഭയാനകമായ ഒരു സ്ഥിതി ഞാൻ കെമിക്കൽ ഡ്രഗ് അബ്യൂസ് ചെയ്ത ഒരാളിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വി നീഡ് ടു കർബ് ദിസ് മെനസ് അറ്റ് ഓൾ കോസ്റ്റ്, ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗോയിങ് ഇൻ ടു ദിസ് മേ ബി എന്തെങ്കിലും കൈൻഡ് ഓഫ് വേ ഓഫ് റെക്രിയേഷൻ ആവാം, അല്ലെ എസ്കേപ്പ് ഓഫ് റിയാലിറ്റി ആവാം. ബട്ട് ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഹാസ് ടു ബി. ആൻഡ് ഡെഫിനറ്റ്ലി സപ്ലൈ സൈഡിൽ നിന്ന് നമ്മൾ മാക്സിമം പെഡ്ലേഴ്സിനെ പിടിക്കുന്നതും അല്ലെ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി സിവിൽ സൊസൈറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന സബ് ഡിവിഷൻസിൽ. ഓൺ ദ ഡിമാൻഡ് സൈഡ്, എസ്പെഷ്യലി ലെറ്റ്സ് സേ ഏതെങ്കിലും ഒരു പാരൻറ്റ് ഈ ഇൻ്റർവ്യൂ കാണുകയാണെങ്കിൽ എന്തായിരിക്കും കിരണിന് അവരോട് പറയാനുള്ള റെക്കമെൻഡേഷൻ? സോ ഫണ്ടമെൻ്റലി പേരൻസിൻ്റെ സൈഡിൽ നിന്ന് ഈ ഡ്രഗ്സിനെ പറ്റി ഒരു അവയർനെസ് വരണം. സോ എങ്ങനെയാണ് കുട്ടികളിത് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, ആൻഡ് ഓൾസോ ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ ദി ചിൽഡ്രൻ. പലപ്പോഴും നമ്മൾ കാണുന്നൊരു ചേഞ്ച് എന്ന് വെച്ചാൽ കുട്ടികൾ വളരെ അഗ്രസീവ് ആകുന്നു, വീട്ടുകാരുമായിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ബഹളം വെക്കുന്നു, വയലൻ്റ് ആകുന്നു. അതല്ലെങ്കിൽ അതിൽ ചിലവിൽ അവർക്ക് ബേസിക്കലി ഒരുപാട് കാശ് അവരുടെ കയ്യിൽ വന്നു പോകുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു പേരൻറ്റ് വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ഒരു ഡെയിലി വേജ് വർക്കറാണ്, പുള്ളിക്ക് ഒരു ദിവസം വർക്ക് ചെയ്ത് 1000 രൂപ കിട്ടും. പുള്ളിയുടെ മകൻ്റെ കയ്യിൽ പക്ഷേ ഒരു സെൻ കാറുണ്ട്, എവിടെ നിന്ന് വന്നതെന്ന് പുള്ളിക്ക് അറിയില്ല. ആൻഡ് അവർ ഓരോ ദിവസവും ഈ സെൻ കാറിന് പെട്രോൾ അടിക്കുന്നതൊക്കെ 2000 രൂപയ്ക്കാണ്. പുള്ളി വിചാരിച്ചാൽ പോലും 2000 രൂപയ്ക്ക് പുള്ളിയുടെ വണ്ടിക്ക് പുള്ളി പെട്രോൾ അടിക്കാറില്ല. അപ്പോൾ അങ്ങനെ അലേർട്ടായ ഒരു പേരൻറ്റ് വന്ന് ഇത് പറഞ്ഞു. ഞങ്ങൾ ആ കാറിനെ മോണിറ്റർ ചെയ്ത് തുടങ്ങി, ഈ കുട്ടികളെ മോണിറ്റർ ചെയ്ത് തുടങ്ങി. അപ്പോൾ ദെൻ വി റിയലൈസ് ഈ കുട്ടികൾ ഡ്രഗ് പെഡ്ലി ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ ആയിട്ട്
കമ്പനി ഉണ്ട്, അവരുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേണ്ട പ്രോപ്പർ പ്രിവെൻറ്റീവ് ആക്ഷൻ അതിലെടുത്തു. അപ്പോൾ അങ്ങനെ അലേർട്ടായി നിൽക്കുന്ന പേരൻസ് കുട്ടികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് നോക്കി പറയാറുണ്ട്. അതല്ലാതെ കുട്ടികളുടെ കമ്പനി നോക്കി പലരും പറയാറുണ്ട്. ഇഫ് ദേ ആർ ഹാങ്ങിങ് ഔട്ട് വിത്ത് ദി റോങ് ചിൽഡ്രൻ ഓർ ഹാങ്ങിങ് ഔട്ട് വെരി ലേറ്റ് ഇൻ ടു ദി നൈറ്റ് ആൻഡ് ദെൻ നോട്ട് ഗിവിങ് പ്രോപ്പർ ആൻസേഴ്സ് ആൻഡ് അങ്ങനത്തെ പല കാര്യങ്ങൾ കുട്ടികളുടെ ഒരു ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ ഓവറോൾ നോക്കിയാണ് പലപ്പോഴും പേരൻസ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാറുള്ളത്. ആൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ ഏർലി ഇൻ്റർവെൻഷൻ ചെയ്യുന്ന എല്ലാ കേസസിലും മോസ്റ്റ്ലി നമ്മൾ സക്സസ്ഫുള്ളായി വരികയാണ് ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ ഡ്രഗ്സിൻ്റെ കേസ് പറഞ്ഞ പോലെ ഒരു ഇൻക്രീസിങ് കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഏരിയയാണ് സൈബർ ഫ്രോഡ്സ്. അങ്ങനെ എന്തെങ്കിലും കേസസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ? സോ ഞാൻ ACP മട്ടാഞ്ചേരി വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു വളരെ അഫ്ലുവൻ്റ് ആയിട്ട് ഒരാളുടെ 10 lakhs സൈബർ ഫ്രോഡ് വഴി പോയായിരുന്നു. അത് ഈ ഇൻവെസ്റ്റ്മെൻറ്റോ ഫ്രോഡോ അങ്ങനെയൊന്നുമല്ല. പുള്ളി ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ 10 ലക്ഷം അക്കൗണ്ടിലുണ്ടായിരുന്ന ഇസ് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. അപ്പം പുള്ളി ഉടനെ തന്നെ നമ്മുടെ അടുത്ത് വന്നു. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഫോണിൽ കാര്യങ്ങളെല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം ബേസിക്കലി വാട്സാപ്പിൽ പുള്ളിക്കൊരു മെസ്സേജ് വരുന്നുണ്ട് ബാങ്കിൻ്റെ സൈഡിൽ നിന്നാണ്. പുള്ളിയുടെ ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണം, ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പുള്ളി ഡൗൺലോഡ് ചെയ്തില്ല, പക്ഷേ പുള്ളിയുടെ മകൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതായിട്ട് പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദിസ് വാസ് എ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ ആപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആകും. അങ്ങനത്തെ ഒരു സെൽഫ് ഇൻസ്റ്റലേഷൻ കൈൻഡ് ഓഫ് APK ഫയലായിരുന്നു. അപ്പം ഈ APK ഫയൽ നമുക്ക് പുള്ളിയുടെ ഫോണിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റി ഉടനെ തന്നെ. ആൻഡ് ഈ APK ഫയൽ നമ്മൾ സൈബർ ഡോമിൻ്റെയും അതേപോലെ പലവരുടെയും ഹെൽപ്പോടെ നമ്മൾ അനലൈസ് ചെയ്തപ്പം വാട്ട് വി അണ്ടർസ്റ്റുഡ് വാസ് ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ ഈ APK വരുന്ന SMS എല്ലാം ഒരു സെർവറിലോട്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. നോ മാറ്റർ വാട്ട് SMS കംസ് ടു ഹിം അതെല്ലാം ഒരു സ്ഥലത്തോട്ട് ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടീം പതുക്കെ അതിനെ ബേസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് പല ഡോക്യുമെൻ്ററി എവിഡൻസസ് നമുക്ക് അതിൻ്റെ കിട്ടി തുടങ്ങി. ആ സെർവർ ഓൺ ചെയ്യുന്നത് ആരാണ്, അയാളുടെ ഡീറ്റെയിൽസ് ആ സെർവർ ഹോസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി, അങ്ങനെ പലതും കിട്ടി. സോ ഒരു പോയിന്റ് എത്തിയപ്പോൾ വി തോട്ട് വി ആർ ഇൻ എ ഗുഡ് ഷേപ്പ്. നമുക്ക് ഡൽഹി പോയാൽ ഇത് ആക്ച്വലി ചെയ്ത ആളുകളെ പിടിക്കാം എന്നൊരു കോൺഫിഡൻസോടെ മൈ ടീം ഗോസ്. ആൻഡ് അറ്റ് ദിസ് ടൈം ഞാൻ ശബരിമലയിൽ ഡ്യൂട്ടിയിലാണ്. സോ മൈ ടീം ഗോസ് ആൻഡ് ഒരു 2-3 days അവരുടെ സോളിഡ് ലീഡ്സും അഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം വെച്ച് ചെന്ന് നോക്കി. ആൻഡ് എവ്രിതിങ് ടേൺസ് ഔട്ട് ടു ബി ഫേക്ക്. എവ്രി സിംഗിൾ തിങ് ടേൺസ് ഔട്ട് ടു ബി ഫേക്ക്. പുള്ളിയുടെ ലോൺ എടുത്തേക്കുന്ന കടയുടെ ഡീറ്റെയിൽസ് ആർ ഫേക്ക്, പാൻ കാർഡ് ഡീറ്റെയിൽസ് ആർ ഫേക്ക്, ആധാർ ഡീറ്റെയിൽസ് ആർ ഫേക്ക്. ആൻഡ് അങ്ങനെ ഒരു ഫേക്ക് വേൾഡിൽ ഒരു 5-6 days കിടന്ന് കറങ്ങി. ആൻഡ് ഫൈനലി അറ്റ് സം പോയിന്റ് ദേ ഹാഡ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് താങ്ക്സ് ടു ദെയർ വെരി ഗുഡ് ഇൻവെസ്റ്റിഗേഷൻ സ്കിൽസ് അവർക്ക് ഈ ഒരു ഫേക്ക് വേൾഡിൽ നിന്നും ഒരു ബ്രേക്ക് ത്രൂ കിട്ടി. ആൻഡ് ഫൈനലി ദേ വെർ ഏബിൾ ടു ഫൈൻഡ് ഹിം ഇൻ ഹിസ് ഫ്ലാറ്റ്. ആൻഡ് ഫൈനലി വി ഗോട്ട് ഹിം ഡൗൺ ഓൾസോ. ആൻഡ് ദി മൊമെൻറ്റ് ഹി വാസ് ബ്രോട്ട് ഡൗൺ, like lawyers came in like from multiple places. പുള്ളിയെ ബെയിൽ ഔട്ട് ചെയ്യാൻ, ഈ കേസ് സെറ്റിൽ ചെയ്യാൻ, വിക്ടിമിന് കിട്ടിയ കാശിൻ്റെ ഡബിളും ട്രിപ്പിളും ഓഫർ ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പേര് വന്നു. നമ്മുടെ വിക്ടിം പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഹി വാസ് വെരി സ്ട്രോങ് ഇൻ ദി സെൻസ് ദാറ്റ് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഇവർ ഇത്രയും തട്ടിച്ച് കൊണ്ടുവന്ന കാശല്ലേ, സോ പുള്ളി ഒരിക്കലും കോംപ്രമൈസിന് വില്ലിങ് അല്ല എന്നും പുള്ളി വളരെ സ്ട്രോങ് ആയി നിന്നത് കൊണ്ട് തന്നെ ഈ ആക്ച്വൽ കൾപ്രിറ്റ്സിനെ നമുക്ക് ആ ഒരു ലീഗൽ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്ന ഒരു ട്രയൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് നമുക്ക് എത്താൻ പറ്റിയാണ്. നേരത്തെ ACP മട്ടാഞ്ചേരി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അവിടെ ഫോർട്ട് കൊച്ചി കാർണിവൽ ഒബ്വിയസ്ലി നടക്കാറുണ്ട്, അതുപോലെ തന്നെ ശബരിമല ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞു, റൈറ്റ്? അപ്പോൾ ഒരു ക്രൗഡ് കൺട്രോൾ അതൊരു എസെൻഷ്യൽ പാർട്ടാണല്ലോ ഇതിൻ്റെ. അതെ. അത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ആ ഒരു ക്രൗഡ് കൺട്രോൾ പ്രോസസ്സ്? സോ ക്രൗഡ് കൺട്രോളിൽ കുറേ കാര്യങ്ങൾ ക്യാൻ ഓൺലി കം ത്രൂ എക്സ്പീരിയൻസ്. സോ താങ്ക്ഫുള്ളി എനിക്ക് രണ്ടിടത്തും ശബരിമലയിലും അതേപോലെ ഫോർട്ട് കൊച്ചി കാർണിവലിലും ഐ ഹാഡ് വെരി ഗുഡ് സീനിയർ ഓഫീസേഴ്സ് ഹു ആർ വെരി മച്ച് എക്സ്പീരിയൻസ് ഇൻ ക്രൗഡ് കൺട്രോൾ. അപ്പോൾ ഫോർട്ട് കൊച്ചി കാർണിവലാണെങ്കിൽ പല രീതിയിലുള്ള ചലഞ്ചസ് വരുന്നൊരു സ്ഥലമായിരുന്നു. ബട്ട് താങ്ക്ഫുള്ളി ഐ ഹാഡ് ഗുഡ് സപ്പോർട്ട് ഫ്രം മൈ സീനിയേഴ്സ് ആൻഡ് വി കുഡ് ഓൾസോ ഐ ഹാഡ് എ ഗുഡ് ടീം. അപ്പോൾ അവരും പ്രോപ്പറായിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ആൻഡ് വൺ ഓഫ് ദീസ് ഫണ്ണി തിങ്സ് ഫോർ മീ ഈസ് ലൈക്ക്, ഞാൻ പണ്ട് സിവിൽ സർവീസ് കയറുന്നതിന് മുമ്പ് ഐ ഹവ് ട്രൈഡ് ടു ഗോ ഫോർ ദി ഫോർട്ട് കൊച്ചി കാർണിവൽ.
അപ്പോൾ അന്ന് ഏകദേശം ഒരു 8 മണി 9 മണിക്ക് പോകാൻ നോക്കുമ്പം വി ഗെറ്റ് ദിസ് മെസ്സേജ് സെയിങ് പോലീസ് റോഡെല്ലാം ക്ലോസ് ചെയ്തു, 9 മണി 10 മണിക്ക് ശേഷം ഒന്നും ആരെയും കയറ്റില്ല. അപ്പോൾ ദെൻ വി വർ ഒബ്വിയസ്ലി ഡിസപ്പോയിൻറ്റഡ്. നമ്മളും പോലീസ് കാരണം കാർണിവലിന് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. ബട്ട് ദെൻ ലൈഫ് കംസ് ഫുൾ സർക്കിൾ പോലെയാണ്. ഞാനാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഐ എം ഡൂയിങ് ദി ബന്ദോബസ് ഫോർ ദി ഫോർട്ട് കൊച്ചി കാർണിവൽ, ആൻഡ് മൈ പ്ലാൻ വാസ് ടു ഷട്ട് ഔട്ട് ദീസ് റോഡ്സ് അറ്റ് 8 PM or 7 PM. Then I understood why it has to be so, why things have to be done in that way. So definitely ആ ഒരു സമയത്ത് ഐ ഫെൽറ്റ് ലൈക്ക് ലൈഫ് കമ്മിങ് ഫുൾ സർക്കിൾ, രണ്ട് സൈഡിൽ നിന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ. ആൻഡ് ഡെഫിനറ്റ്ലി ശബരിമലയിൽ ഐ വാസ് ദെയർ ഡ്യൂറിങ് മകരവിളക്ക് ടൈം. സന്നിധാനത്തിൽ തന്നെയാണ് ഡ്യൂട്ടി. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി മോസ്റ്റ് ചലഞ്ചിങ് പ്ലേസസ്, ഹാർഡ് ടെറൈൻ, ഒരുപാട് സ്ഥലത്തിൽ നിന്ന് വരുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ആളുകൾ. ആൻഡ് ഡെഫിനറ്റ്ലി ഈ മകരജ്യോതി കണ്ടിട്ട് മടങ്ങുന്ന ആ ഒരു സമയത്തെ തിരക്ക്. സോ അതൊക്കെ അഗെയിൻ ബ്ലെസ്ഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഗുഡ് എക്സ്പീരിയൻസ്ഡ് ഓഫീസേഴ്സ് വിത്ത് us who could visualize what is going to happen, how the crowds have to be dispersed and how different things will work out in that time. അങ്ങനെ റിയൽ ടൈമിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടായിരുന്നതുകൊണ്ട് they could give me directions and I could thankfully execute it well due to a good team. കിരൺ ഒരു ആസ്പിറൻ്റ് ആയിരുന്നപ്പോൾ നമുക്ക് ആ ഫോർട്ട് കൊച്ചി കാർണിവൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് പോലീസ് കാരണമാണെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു, റൈറ്റ്? പക്ഷേ ഇപ്പോൾ നമ്മൾ അതർ സൈഡിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ന്യൂവൻസസ് മനസ്സിലായി. പക്ഷേ നമ്മൾ പലപ്പോഴും പോലീസിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പോലീസിങ് ഒരു താങ്ക്ലെസ് ജോബാണെന്ന് തോന്നാറുണ്ടോ? See, it's in the job's name itself, Indian Police Service. It's a service. അപ്പം അതൊരു താങ്ക്സ് എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്കതിൽ നിന്നും നമ്മളൊരിക്കലും കണ്ടൻറ്റ് ആവോ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യാനോ പറ്റില്ല. അപ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് യു ഷുഡ് ഡു യുവർ ജോബ് ആസ് എ പ്രൊഫഷണൽ, നോട്ട് എക്സ്പെക്ടിങ് എനിബഡി ടു താങ്ക് യു ഓർ സേ അതർ തിങ്സ്, ബട്ട് ജസ്റ്റ് ഡു യുവർ ജോബ്. ആൻഡ് ഓബ്വിയസ്ലി നമ്മൾ pitch in when there are issues, and obviously there will be some people who we will have to move against. They will obviously be unhappy and try to make all kinds of problems. So that is part of the job. So as a professional you just ഡീൽ വിത്ത് ഇറ്റ് എന്നൊരു ഇതേ ഉള്ളൂ. താങ്ക്ലെസ് ജോബ് പല സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നും, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഐ മീൻ ആ ഒരു സെൽഫ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനു മുമ്പ് കിരൺ ഓറക്കിളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു നല്ല IT ജോബ് വിട്ട് ഇപ്പോൾ ഒരു IPS ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് ജോബ്സും കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ്, അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ ഹാപ്പിനെസ്, അങ്ങനെ പറയാൻ പറ്റുമോ? See, I would like to break down the job into 3 angles or dimensions. So one is your job satisfaction or the quality of the work that you're doing. Second is your work-life balance, and third is your remuneration. അപ്പം if I take my IT job, quality of work decent enough. ഞാൻ അവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഹാപ്പി ആയിരുന്നു. Work-life balance was good, and remuneration was also good. If you take the IPS job, quality of work is very good. You have a lot of satisfaction, contentment. Basically നമ്മളിലൂടെ കുറേ പേർക്ക് നീതി ലഭിക്കുന്നു, അല്ലെങ്കിൽ കുറേ പേർക്ക് ആപത്ത് സംഭവിക്കാതെയോ, അല്ലെങ്കിൽ you stop the flow of drugs into some places and all that is pretty self-rewarding. Secondly, work-life balance കുറച്ച് skewed ആണ്, കാരണം your work is a lot more and you have to be available at all times. So definitely ഒരു IT ജോബായിട്ട് നോക്കുമ്പം definitely work-life balance അത്രയുമില്ല. And from the remuneration point of view it's decent. നമുക്കൊരു നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കണ്ടിന്യൂ ചെയ്യാനും ലിവ് ചെയ്യാനുള്ള അത്രയും കിട്ടും. So this is how I see it. But the main thing here is നമ്മൾ ഡേ ഇൻ ഡേ ഔട്ട് ചെയ്യുന്ന ജോബ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. സോ അറ്റ് വർക്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ എഴുതി ആ സോഫ്റ്റ്വെയറിന് കസ്റ്റമർ വന്ന് കാണുമ്പോൾ ഒരു ബില്യനെയറിന് കുറച്ചുകൂടി മില്യൺസ് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ദ ഇമ്പാക്ട് ദറ്റ് യു ആർ മേക്കിംഗ്. ആൻഡ് ആ മില്യൺസിൻ്റെ ഒരു സ്മോൾ ചങ്ക് മൈറ്റ് കം ടു യു. ബട്ട് ഇൻ പോലീസിങ് വെൻ യു ഡൂയിങ് സംതിങ്, മേ ബി ഒരു കളഞ്ഞു പോയ ഒരു കുട്ടിയെ തിരിച്ച് പേരൻസിലെത്തിക്കുമ്പോൾ ഒക്കെയുള്ള ഒരു ഫീലിംഗ് ഇസ് എ ലോട്ട് ഡിഫറെൻറ്റ്. ഇറ്റ് കനോട്ട് ബി ക്വാണ്ടിഫൈഡ്. അപ്പം അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇഫ് യു കം ഇൻ ടു ദി ജോബ്, ഇൻ ടു ദി പോലീസ്, സീയിങ് ദി സർവീസ് പോയിന്റ് ഓഫ് വ്യൂ, I think you will be happy. Definitely a lot of sacrifices on multiple other planes have to be made, but I think it's self-rewarding. ഒരു IT പ്രൊഫഷണൽ ആയിട്ട് പോലീസിങ്ങിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഒരു ടെക് ഇൻ പോലീസിങ് എന്നുള്ളൊരു ആംഗിളിൽ? Oh, definitely. So
നമുക്ക് കുറച്ചുകൂടി സിസ്റ്റംസ്, സോഫ്റ്റ്വെയർ സിസ്റ്റംസും അതേപോലത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. കുറേ കൂടി അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. കുറേ കൂടി ആ സിസ്റ്റംസിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഡിപ്ലോയ് ചെയ്യാനും യൂസ് ചെയ്യാനുമുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് 10 years ഓഫ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് അത്. ആൻഡ് അതർ ദാൻ ദാറ്റ് ഡെഫിനറ്റ്ലി ബീയിങ് എ പ്രോഗ്രാമർ നമുക്ക് സൈബർ ഫ്രോഡ് കേസസിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ APK അനാലിസിസ് ഒക്കെ ചെയ്തപ്പം I personally have read through the code and understood this code is doing some kind of things. And definitely with ChatGPT and Gemini and all these AI tools coming in, കുറെ കൂടി like tools develop ചെയ്യാൻ കുറെ കൂടി ഈസിയർ ആണ്, given that I have the tech background. നമ്മൾ ഇത്രയും നേരം ആസ് എ പോലീസ് ഓഫീസർ ഉള്ള എക്സ്പീരിയൻസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജ് ഉണ്ടല്ലോ, IPS ട്രെയിനിങ് ഡേയ്സ്. അത് ഭയങ്കര ഫിസിക്കലി ആൻഡ് ഇമോഷണലി ടാക്സിങ് ആണ് എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ആസ് എ IPS ട്രെയിനി ഒരു ടിപ്പിക്കൽ ഡേ? സോ ടിപ്പിക്കൽ ഡേ യു സ്റ്റാർട്ട് ഏർലി. നമ്മളൊരു 4:55 അടുപ്പിച്ച് എഴുന്നേറ്റ് ഒരു 5:30 യു ഫോൾ ഇൻ. And fall in ചെയ്തിട്ട് then you have a marker where your instructions will be given, and then at 6 you push off with your physical activities. So PT ആയിരിക്കും most of the days morning ഉള്ളത്. 6 to 7:30 you will have all of that. അത് കഴിഞ്ഞ് then you change into your uniform and then you attend classes, indoor classes. അപ്പം 9 തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ, almost 2 മണി വരെ you will have classes, and then you have your lunch, and then 3:30 to 6:30 you again have 3 sessions of outdoor. അപ്പോൾ അതിൻ്റെ വെപ്പൺസ് ട്രെയിനിങ് ആണ്, ഡ്രില്ല് ചെയ്യാനുണ്ടാവും, ആൻഡ് ലാസ്റ്റ്ലി യു വിൽ ഹാവ് എ കമ്പൽസറി ഗെയിംസ് പീരീഡ്. സോ ഇതാണ് പ്രിറ്റി മച്ച് ഒരു നോർമൽ ഡേ. ആൻഡ് അഡീഷണലി ഇഫ് യു മെസ് അപ്പ് 6:30 കഴിഞ്ഞ് യു വിൽ ഹാവ് പണിഷ്മെൻറ്റ്സ്. ഓക്കെ, സോ ദിസ് ഇസ് എ ടിപ്പിക്കൽ ഡേ, ആൻഡ് ദിസ് വിൽ ബി എ ടിപ്പിക്കൽ ഡേ ഓൾ ത്രൂ ദി 5 days, Monday to Friday. ആൻഡ് സാറ്റർഡേ മേ ബി ഹാഫ് എ ഡേ കാണുള്ളൂ, ഉച്ച വരെ കാണുള്ളൂ. ബട്ട് യു വിൽ ഹാവ് സംതിങ് ഓൺ സാറ്റർഡേസ്. യൂഷ്വലി ലോങ് റൺസും അതേപോലത്തെ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് വരുന്നതെല്ലാം സാറ്റർഡേസ് ആണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ ടിപ്പിക്കൽ ഡേ ഇൻ NBA. ഈ ട്രെയിനിങ് കിരണിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെ മാറ്റി? ആൻഡ് അതുപോലെ നമ്മളിപ്പോൾ ഒരു IPS ഓഫീസറായി ഫീൽഡിൽ വരുമ്പോൾ ഈ ട്രെയിനിങ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്? NPയുടെ ഒരു ട്രെയിനിങ്ങിനെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേറ്റീവ് ട്രെയിനിങ്, ലൈക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ആൻഡ് എവറിഥിങ്. സോ യു ആർ ലൈക്ക് ട്രീറ്റഡ് ഇൻ ദി ബെസ്റ്റ് പോസിബിൾ വേ. യു ആർ പ്രൊവൈഡഡ് ദി ബെസ്റ്റ് റിസോഴ്സസ് ദേ ഹാവ് ടു പ്രൊവൈഡ്. And definitely physically you are at a different plane. ഇപ്പോൾ ഞാനിപ്പോൾ I have competed as a state level athlete in state level athletic meets. ഞാൻ നാഷണൽ ലെവൽ ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും എല്ലാം ഞാൻ ഒരു ഫിസിക്കലി ബെറ്റർ കണ്ടീഷനിലാണ് NPയിൽ എത്തിയത്. സോ ദി സയൻറ്റിഫിക് ട്രെയിനിങ് ദാറ്റ് NPA ഗിവ്സ് യു ഇസ് വെരി ഗുഡ്. എൻഡ്യൂറൻസിൽ ഫോക്കസ് ചെയ്തുള്ളത് ഡെഫിനറ്റ്ലി, ആൻഡ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ബെയറിംഗ് ഓൺ യുവർ വർക്ക്. ബിക്കോസ് നമ്മൾക്ക് ലോങ് വർക്ക് ഡേയ്സ് വരുമ്പോൾ the endurance that you've built up over this period really helps you stay focused and locked in during the day. And definitely mentally taxing ആകുമ്പം days are also sometimes mentally taxing. So all of that ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നുപോയ ഹാർഡ്ഷിപ്പിനെ പറ്റി ചിന്തിക്കുമ്പോൾ you are like, okay, I've gone through worse days, this is not a big deal, you can handle it എന്നൊരു കൈൻഡ് ഓഫ് ഒരു കോൺഫിഡൻസ് അത് തരും. So I think these are the main traits that you derive from there. It's your physical fitness and your mental toughness that you derive from there. And definitely അല്ലാതുള്ള ഇൻഡോർ ക്ലാസ്സസിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. But I think the transformation comes from these couple of things where you are like treated as an officer and you're told to behave as an officer. നമ്മുടെ IPS ട്രെയിനിങ്ങിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ് UPSCക്ക് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ഡേയ്സ്, UPSC പ്രിപ്പറേറ്ററി ഡേയ്സ്. ഇപ്പോൾ ലുക്കിംഗ് ബാക്ക്, IPS ട്രെയിനിങ് ആണോ UPSC പ്രിപ്പറേഷൻ ആയിരുന്നു കൂടുതൽ ടഫ്? ഐ വുഡ് സേ UPSC പ്രിപ്പറേഷൻ. കാരണം ഇറ്റ്സ് എ ലോങ് ഗ്രൈൻഡ്. നമുക്ക് IPS ട്രെയിനിങ് നമുക്കറിയാം 11 മാസത്തിൽ നമുക്ക് ചെയ്തു പോകാം. യു ഹാവ് ഓൾ ദി ബെസ്റ്റ് റിസോഴ്സസ് അറ്റ് യുവർ ഡിസ്പോസൽ. കാരണം നാഷണൽ പോലീസ് അക്കാഡമി ഹാസ് സം ഓഫ് ദി ബെസ്റ്റ് ട്രെയിനേഴ്സ്, ബെസ്റ്റ് ഡോക്ടേഴ്സ്, ബെസ്റ്റ് ഫിസീഷ്യൻസ് ആൻഡ് എവറിത്തിങ് ഇസ് ദർ. But UPSC is your own challenge. You have to run your own race. There is not ആ സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ്. അല്ലാതെ ഇത്രയും വലിയൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം നമുക്കില്ല. ആൻഡ് എവ്രിബഡി ഹാസ് ടു ഹാവ് ദെയർ ഓൺ ബാറ്റിൽസ്. അപ്പം ഐ തിങ്ക് ദി UPSC പ്രിപ്പറേഷൻ ഇസ് ഡെഫിനറ്റ്ലി ടഫർ. നമ്മൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്തിട്ടാണല്ലോ കിരൺ ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും ഒക്കെ സ്റ്റേജിൽ നമുക്കിത് വിട്ടിട്ട് പോകാമെന്ന് തോന്നിക്കാണും നാച്ചുറലി. പക്ഷേ ഇത് ഒരു മൂവ് ഫോർവേഡ് ചെയ്യാനുള്ള ഒരു വിൽ പവർ അത് എവിടുന്നാണ് വന്നത്?
സോ എവ്രി ഫെയിലിയറിൽ ഒരു അനാലിസിസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ അനാലിസിസിൽ നിന്നും എനിക്കിനി കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ പലപ്പോഴും ഫെയിലിയേഴ്സിൽ ഇനിയും കൂടുതൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഗേവ് ഇറ്റ് യുവർ ഓൾ ആൻഡ് സ്റ്റിൽ യു ഫെയിൽ, യു ഹാവ് മോർ തിങ്സ് ടു ഡു എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് മോട്ടിവേഷൻ ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് മൈ എക്സ്ക്യൂസ് ഫോർ നോട്ട് ഡൂയിങ് വാട്ട് ഐ ഹാഡ് ടു ഡു വാസ് ലൈക്ക് എനിക്ക് ഫുൾ ടൈം ജോബ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. സോ നെക്സ്റ്റ് ടൈം വെൻ യു ഗിവ് യുവർ അറ്റംപ്റ്റ്, ഈ സാധനം കൂടി സോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സാധനം കൂടി സോൾവ് ചെയ്തിട്ട് അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ യു മൈറ്റ് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് എന്നൊരു പ്രോസസ്സാണ് ഇസ് വാട്ട് കെപ് മീ ഗോയിങ് ഫോർവേഡ്. സോ എവ്രി ഫെയിലിയറിൽ അങ്ങനത്തെ ഒരു അനാലിസിസ് ചെയ്ത് എൻ്റെ ബെസ്റ്റിൽ ഞാൻ എത്തിയോ എന്ന് നോക്കി. എൻ്റെ ബെസ്റ്റിൽ എത്തിയിട്ടില്ല, ദർ വെർ വെരി ഓബ്വിയസ് ഫ്ലോസ്. ആ ഫ്ലോസ് ഫിക്സ് ചെയ്യാം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് മോട്ടിവേഷൻ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഈ സിവിൽ സർവീസ് എക്സാമിനേഷന് പഠിക്കുന്ന ഒരു സിലബസ് ഉണ്ടല്ലോ, നമ്മുടെ ജനറൽ സ്റ്റഡീസും ഓപ്ഷണലും. ആ ഒരു പ്രിപ്പറേഷൻ ജേർണി അല്ലെങ്കിൽ ആ ഒരു നോളജ് നമ്മൾ ഫീൽഡിലോട്ട് വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആവാറുണ്ട്? ഡെഫിനറ്റ്ലി എൻ്റെ ഓപ്ഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. സോ വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ ഓർഗനൈസേഷണൽ തിയറിയും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ദി സെയിം അക്രോസ് എവറി ഓർഗനൈസേഷൻ, യു ക്യാൻ അപ്ലൈ ഇറ്റ് എവ്രിവെയർ. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിൽ 10 yearsോളം വർക്ക് ചെയ്തെങ്കിലും നമ്മൾ പല കാര്യങ്ങൾ എക്സ്പീരിയൻസിലൂടെ പഠിച്ച് തിയററ്റിക്കലിയും കൂടി ഇവിടെ പഠിച്ചു കഴിയുമ്പോൾ യു ക്യാൻ ബെറ്റർ അപ്ലൈ തിങ്സ് ഓൺ ദി ഫീൽഡ്. സോ ദാറ്റ് ഹാസ് ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ആൻഡ് ഡെഫിനറ്റ്ലി ജനറൽ സ്റ്റഡീസിൽ പഠിക്കുന്ന കാര്യം ഗിവ്സ് യു എ മോർ broader perspective of things, a better orientation or approach to things. So definitely those kind of things help. It's not like നമ്മൾ പഠിച്ച സാധനം ഡയറക്റ്റ്ലി അതേപോലെ അപ്ലൈ ചെയ്യുന്നു എന്നല്ല, ബട്ട് ദി ബ്രോഡർ പെർസ്പെക്റ്റീവ് ഗെറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്സ്. കിരണിനെ പോലെ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ട് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഐ തിങ്ക് മെയിൻ തിങ് ഇസ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് സ്മാർട്ടായിട്ട് പഠിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ തിങ്. ബിക്കോസ് ടൈം ഇസ് എ ലക്ഷറി ഫോർ അസ് ഗിവൻ ദാറ്റ് വി ആർ ഫുൾ ടൈം വർക്കിംഗ് ആൻഡ് ഓൾ. സോ കിട്ടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് സ്റ്റഡി ചെയ്യാനും ഒരു റിയലിസ്റ്റിക് പ്ലാൻ വെക്കുന്നതാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഫോർ ഡൂയിങ് ഓൾ ഓഫ് ദിസ് ഐ തിങ്ക് വി നീഡ് ടു ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ അവർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്. ആൻഡ് ആ സ്ട്രെങ്ത്തിനെ ക്യാപിറ്റലൈസ് ചെയ്യാം, ആ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസും എടുത്താൽ മാത്രമേ ക്ലിയർ ആകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈം മാനേജ്മെൻറ്റ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ടെക്നിക്ക് എന്താ വെൻ യു ആർ എ UPSC ആസ്പിറന്റ്? സോ ബേസിക്കലി ഐ തിങ്ക് ടൈമിനെ മാക്സിമം ഷോർട്ട് ആയിട്ട് വിൻഡോസ് ഓർ പീരീഡ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത്. ഇഫ് ഐ സേ 3 hours ഞാൻ ഹിസ്റ്ററി പഠിക്കാൻ പോകും, മേ ബി ഒരു 5 pages മറിച്ചുകൊണ്ട് ഞാൻ മറിച്ചും തിരിച്ചും നിന്നുകൊണ്ട് 3 hours ഈസിലി പോകും. പക്ഷേ ഇഫ് ഐ സേ 30 minutes ആണ് ഞാൻ ഹിസ്റ്ററിക്ക് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, ഈവൻ ഇഫ് ഐ എം നോട്ട് ഇൻ ദാറ്റ് സോൺ ടു പ്രോസസ് മെനി പേജസ്, ഒരു 2-3 pages ഒരു half an hour ചെയ്ത് കഴിഞ്ഞാൽ ഐ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് സബ്ജക്റ്റ് ആൻഡ് ദെൻ ഐ അണ്ടർസ്റ്റാൻഡ് ഓർ റീകാലിബ്രേറ്റ് ദാറ്റ് ഓക്കെ 30 minutes ഞാൻ എത്താണ്ടത് എത്തിയില്ല, ഐ ഹാവ് ടു സ്പീഡ് അപ്പ് ഓർ ഡു സംതിങ് ടു ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക് ഓർ ഫോക്കസ് മോർ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ വരും. സോ ഐ തിങ്ക് ദി മോർ ഗ്രാനുലർ യു ക്യാൻ ബിക്കം ഇസ് ദി മോർ ഫോക്കസ് യു ക്യാൻ ബിക്കം എന്ന് എനിക്ക് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഇസ് വാട്ട് ഹാസ് വർക്ക് ഫോർ സമൺ ലൈക്ക് മീ. ഇപ്പോൾ UPSCയുടെ ഇൻ്റർവ്യൂ പ്രോസസ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ഒരു പുതിയ ബാച്ച് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ്, യു ആർ ദ നാഷണൽ ഇൻ്റർവ്യൂ ടോപ്പർ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഇത് കേൾക്കുന്ന ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിനെ കൊടുക്കാനുള്ള അഡ്വൈസിനെ കുറിച്ച് ഒന്ന് എന്തെങ്കിലും പറയാമോ? സോ മേ ബി ഐ സ്റ്റാർട്ട് ഓഫ് വിത്ത് മീ ആസ് എൻ ഇൻ്റർവ്യൂവർ. ഞാൻ വർക്ക് ചെയ്തിരുന്ന ഫേമിൽ അറ്റ്ലീസ്റ്റ് 100+ കാൻഡിഡേറ്റ്സ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഫ്രം ഫ്രഷേഴ്സ് ടു പീപ്പിൾ ഹു ഹാഡ് മോർ എക്സ്പീരിയൻസ് ദാൻ മീ. അപ്പം അന്നെല്ലാം നമുക്ക് അക്രോസ് ദി ബോർഡ് നമ്മൾ നോക്കിയിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൗസ് ദർ ആറ്റിറ്റ്യൂഡ്, അതേ പോസിറ്റീവ്. കാരണം ഒരുപാട് നോളജ് ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ ടീമിൽ വന്നിട്ട് എന്നും ക്രിബ് ചെയ്യാണ് അല്ലെങ്കിൽ എന്നും പരാതി പറയുകയാണ്. വി ഡോണ്ട് വാണ്ട് സംബഡി ലൈക്ക് ദാറ്റ്. സോ ഐ ജസ്റ്റ് ഗിവ് യു മേ ബി എൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻ്റർവ്യൂ ദാറ്റ് ഐ ടുക്ക്. നമ്മൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ 2 പേർക്ക് 2 മുറിയിൽ സൈമിൾട്ടേനിയസ്ലി കൊടുത്തു. സിറ്റിംഗ് സെപ്പറേറ്റ് ബട്ട് ദേ ബോത്ത് ബീൻ ഗിവൺ ദി സെയിം ക്വസ്റ്റ്യൻ. അപ്പം ഒരാൾ കുറച്ച് കഴിഞ്ഞ് ഹി ഹാസ് ലൈക്ക് ഹിസ് പെൻ ആൻഡ് പേപ്പർ ആർ ഓൺ ദി ഡെസ്ക് ആൻഡ് ഹി സിറ്റിംഗ് ഐഡിൽ and the other guy is still trying to solve it. അപ്പം I went to the guy who's sitting idle and said, did you solve it? And he said, എനിക്കിത് അറിയില്ല, അതുകൊണ്ട് I have given up. Then and there we wound up his interview. He said, thank you for your time, we'll let you know if there's something. And the other guy, he was not able to solve it, but he kept on going.
we saw in him some positivity. So we gave him some small clues and eventually he came to the best solution. അപ്പോൾ അന്ന് നമുക്ക് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ ഒരു ഇഷ്യൂ വരുമ്പം അതിനെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈസ് ഓൾവേസ് എൻ അസെറ്റ്. ആൻഡ് വി ഡിഡ് ഹയർ ഹിം ആൻഡ് ഹി ഡിഡ് ഡു റിയലി വെൽ ഇൻ ദി ടീം. അപ്പം ആ ഒരു മൈൻഡ് സെറ്റിൽ വെൻ ഐ വെൻ ഫോർ ദി UPSC ഇൻ്റർവ്യൂ ഓൾസോ ദി പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് ഐ വാണ്ടഡ് ടു പ്രൂവ് ടു ദി ബോർഡ് വാസ് പോസിറ്റീവാണ്. നമ്മൾ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നു. ആൻഡ് ഓൾസോ UPSC ബോർഡ് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് തികഞ്ഞു വരുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ അറിയാത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴും അതിനെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാനും കോൺഫിഡൻ്റ് ആയിട്ട് അതിൽ നിന്നും എനിക്ക് അറിയില്ല എന്ന് പൊളൈറ്റായിട്ട് പറയാനുമുള്ള ഒരു ധൈര്യം ആൻഡ് അക്നോളജ്മെൻറ്റ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഐ തോട്ട് ദി ബോർഡ് വുഡ് reward you, and that's what I applied, and thankfully it worked. സോ നമ്മൾ ഇൻ്റർവ്യൂ വൈൻഡ് ചെയ്യുന്ന സ്റ്റേജിലോട്ട് പോവാണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒരു IPS ഓഫീസർ ആവണം എന്നാഗ്രഹിക്കുന്ന ലെറ്റ്സ് കോളേജിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അതെന്തായിരിക്കും? So I would fundamentally tell them to cultivate discipline in life. So discipline helps in a lot of things. Even if we take സ്പോർട്സ്, സോ നമ്മൾ MMA മിക്സ് മാർഷൽ ആർട്സ് എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് ഖബീബ് പറയുന്ന തിങ് ഇസ് ദി ഓൺലി അഡിക്ഷൻ യു ഷുഡ് ഹാവ് ഇൻ ലൈഫ് ഇസ് ഡിസിപ്ലിൻ. അപ്പം പുള്ളിയുടെ ഫൈറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇറ്റ്സ് ലൈക്ക് വെരി ഹൈലി ഡോമിനേറ്റ് ചെയ്താണ് പുള്ളി ജയിച്ചേക്കുന്നത്. അപ്പം ഹി സേസ് ഡിസിപ്ലിൻ ഇസ് ദി ഓൺലി തിങ് ദാറ്റ് യു ഷുഡ് റിയലി പുട്ട് ഓൾ യുവർ എഫേർട്ട് ഇൻ ആൻഡ് അഡിക്ഷൻ ടു. അപ്പം ഐ ഓൾസോ ഫീൽ ദി സെയിം. അപ്പോൾ പലവരെയും കണ്ടിട്ടുള്ള പല വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും. വിച്ച് ഇസ് ലൈക്ക് ഈവൻ ഇഫ് യു ആർ എ കോളേജ് സ്റ്റുഡൻറ്റ് അസ്പയറിംഗ് ടു ബി എ IPS ഓഫീസർ, യു ക്യാൻ ബാലൻസ് ഔട്ട് യുവർ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ, യുവർ സ്റ്റഡീസ്, യുവർ ഫാമിലി ലൈഫ്, യുവർ സോഷ്യൽ ലൈഫ്, എവറിത്തിങ്, ആൻഡ് ഓൾസോ സ്റ്റിൽ കണ്ടിന്യൂ പ്രോഗ്രസിങ് ഓൾ ഓഫ് ദീസ്. സോ ഐ തിങ്ക് ഡിസിപ്ലിൻ ഇസ് വൺ ഓഫ് ദി കീ തിങ്സ് that you should cultivate if you want to be an IPS officer. താങ്ക് യു സോ മച്ച്. ഭയങ്കര എൻലൈറ്റനിങ്ങും ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ള കഥയായിരുന്നു. എസ്പെഷ്യലി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കുറേ കഥകൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക്സ് ഫോർ ദാറ്റ്. Thank you and for having me once more. Fortune IAS Academy, more than just an academy.